اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. വളരെ പ്രധാനപ്പെട്ട ഒരു കാലികമായൊരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലം, ഒരു വിശ്വാസിയുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പ്രത്യേക സമാനിലാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം. അവനവൻ്റെ വിശ്വാസത്തിന് സംരക്ഷിക്കാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ എത്ര കാലം ഈ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും, ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഇസ്ലാമിക വേഷം ധരിച്ച് ഇസ്ലാമിക രൂപത്തിൽ നടക്കാൻ കഴിയുമോ എന്ന് ജനങ്ങളൊക്കെ ഭീതിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പം നമ്മളുള്ളത്. ഈ സമയത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരും സഹോദരിമാരും അവരവരുടെ വോട്ടവകാശം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. എന്തിൻ്റെയോ പേരിൽ, അല്ലെങ്കിൽ ഞാനൊന്നും പോയാൽ ജയിക്കൂല, എൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് നമ്മളുടെ അവകാശത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാതിരിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിൻ്റെ പല സന്ദർഭങ്ങളിലും കിട്ടിയ അവസരം ഉപയോഗിച്ചവർക്ക് വലിയ മക്കാമിലേക്ക് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അള്ളാഹു താല വലിയ പരാജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ശത്രുക്കളുടെ കരങ്ങളിൽ തൻ്റെ മകൻ പെടാതിരിക്കാൻ വേണ്ടി ഒരു പെട്ടിയിലാക്കി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൈൽ നദിയിലൂടെ ഒഴുക്കിയത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ പെട്ടിങ്ങനെ വരുന്ന സമയത്ത് മഹദിയാകുന്ന ആസിയ ബീബി റളിയല്ലാഹു അൻഹാ ആ പെട്ടി ഒഴുകി വരുന്നത് കണ്ടു. ആസിയ ബീബി റളിയല്ലാഹു അൻഹയും തൊട്ടുഭാഗത്ത് ഫിറൗനുണ്ട്. ആ പെട്ടി തോഴിമാർ കയ്യിലേക്കെടുത്ത് ആസിയ ബീബിൻ്റെ കയ്യിൽ കൊടുത്ത് പെട്ടി തുറന്നു നോക്കുമ്പോൾ സുമുഖനായ സുന്ദരനായ നുബൂവത്തിൻ്റെ എല്ലാ ആസാറുകളും തുളുമ്പുന്നൊരു കുട്ടി. അത് കണ്ടതോടുകൂടെ മഹദി പറഞ്ഞു, ഖുർറത്തു ഐനി, ഇതെൻ്റെ കണ്ണിൻ്റെ കുളിർമയാണ്. പക്ഷേ അത് കണ്ട ഫിറൗനിക്ക് അത് പറയാൻ തോന്നില്ല. ആ ഓമനത്വത്തിനെ കുറിച്ച് ഒന്നും പറയാൻ ഫിറൗൻ്റെ ആ ഒരു മർക്കട മുഷ്ടി സമ്മതിച്ചില്ല. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ആസിയ ബീബി റളിയല്ലാഹു അൻഹാ മൂസാ നബിനെ കണ്ട് പറഞ്ഞില്ലേ, ഇതെൻ്റെ കണ്ണിൻ്റെ കുളിർമയാണ്. അതുകൊണ്ട് ആസിയ ബീവിക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യ പദവി കൊടുത്തു. അല്ലെ, ഫിറഔന് ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ആസിയ ബീവിൻ്റെ നാഭിയിലൂടെ ഇങ്ങനെ ഇറക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മഹദിയുടെ ചുണ്ടിൻ്റെ ഭാഗത്ത് എന്തോ എന്നിങ്ങനെ പറയുന്നുണ്ട്. മഹദി എന്തേ പറഞ്ഞത്? അല്ലാഹുവേ, നിന്റെ അടുക്കൽ എനിക്ക് സ്വർഗം വേണം. സ്വർഗം വേണമെന്നല്ല, നിന്റെ അടുക്കൽ എനിക്ക് എന്ത് ചെയ്യണം? സ്വർഗം വേണം. അല്ലാഹു തആല സാക്ഷാത്കരിച്ചു. സൂറത്തു തഹ്രീമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വളരെ വ്യക്തമായി അല്ലാഹു തആല ഖുർആനിൽ ഇത് പറയുന്നുണ്ട്. സ്വർഗം എന്നല്ല, അല്ലാഹുവിൻ്റെ ജിവാറിലുള്ളതായ സ്വർഗം. അതാ ഒരൊറ്റ വാക്കാണ്, ഖുർറത്തു ഐനി, ഇതെൻ്റെ കണ്ണിൻ്റെ കുളിർമയാണ്. ഒരു നുബുവത്തിൻ്റെ ഒരു നായകനെ നോക്കി പറഞ്ഞ ഒരു വാക്ക്. അല്ലാഹു തആല പറഞ്ഞു അത്രേ, ഫിറൗനെങ്ങാനും എൻ്റെ കണ്ണിനും കുളിർമയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനും ഞാൻ ഹിദായത്ത് കൊടുക്കുമായിരുന്നു. അവസരം വിനിയോഗിക്കുന്ന ആളാണ് ബുദ്ധിമാനായ വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ദിവസവും തഹജ്ജുദിന് എണീക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്ന ഒരു സഹാബിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെള്ളം കൊടുക്കുന്ന
എല്ലാ ദിവസവും അള്ളാഹിൻ്റെ റസൂൽ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു കിണ്ടി വെള്ളവുമായി അദ്ദേഹം കാത്തു നിൽക്കും. അള്ളാഹിൻ്റെ റസൂൽ ഒളു ഉണ്ടാക്കും. ഒരിക്കൽ ആ അർദ്ധരാത്രിയിൽ അള്ളാഹിൻ്റെ റസൂല് ശക്തമായ തണുപ്പിലും തന്നെ കാത്തിരിക്കുന്ന ഭൃത്യനെ കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ആ സ്വഹാബി പറഞ്ഞു, നബിയെ, നിങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കടക്കണം, നിങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കടക്കണം, നിങ്ങളെ ചാരെ എനിക്ക് സ്വർഗം വേണം. അപ്പം അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, ഇതല്ലാത്ത മറ്റു വല്ലതും വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. അപ്പം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നീ നിസ്കരിച്ചിട്ട് എന്നെ സഹായിക്കണം, നിസ്കാരം കൊണ്ട് നീ എന്നെ സഹായിക്കണം. അള്ളാഹിൻ്റെ റസൂൽ അത് ഏറ്റു. അപ്പം കിട്ടിയ അവസരത്തിൽ ആഖിറത്തിനെ കുറിച്ച് ബോധമുള്ള ആ സ്വഹാബി പറഞ്ഞു, നബി എനിക്ക് ഇന്നതാണ് വേണ്ടത് അല്ലേ. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്വഹാബികളുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങൾ കുനൂസുൽ അഷ്റ എന്ന് പറയുന്ന കിതാബിലൊക്കെ ചരിത്രം വിശാലമായി പറയുന്നുണ്ട്. 70,000 ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉക്കാശത്ത് ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയെ, ഞാൻ അതിൽ പെടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഉക്കാശ് അതിൽപ്പെട്ടു. അപ്പം തന്നെ വേറെ സഹാബി, നബിയെ, ഞാനും. അത് ഉക്കാശ കൊണ്ടുപോയി. അവസരം എന്ന് പറയുന്നത് അള്ളാഹു ഒരുക്കി തരും. അത് ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ ഒരു വിശ്വാസി. അത് വോട്ടവകാശമാണെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് അള്ളാഹു തആല നൽകുന്ന ഏത് ഓഫറുകളും അത് അതേപടി സ്വീകരിക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഒരു വിശ്വാസി തയ്യാറാകണം. ഇല്ലെങ്കിൽ ആ വിശ്വാസിക്ക് അതുകൊണ്ട് പരാജയം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഇങ്ങനത്തെ ഒരു സഹായം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവകാശത്തിന് നമ്മൾ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭവിഷ്യത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളും കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.